ഹായ് ഓൾ. ഇന്ന് അനിയത്തിയുടെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ മുളങ്കാടകത്ത് അമ്പലത്തിൽ വന്നേക്കുവാണേ. 56 കഴിഞ്ഞ ഈ അമ്പലത്തിൽ നടയിൽ കുഞ്ഞിനെ കിടത്താം. അങ്ങനെ കിടത്തിയ കുഞ്ഞുങ്ങൾ രാത്രി സ്വപ്നം കണ്ട് എണീക്കുന്നത്, ഭയങ്കരമായിട്ട് കരയുന്നത്, ഉറക്കമില്ലാത്തത് എല്ലാം മാറുമെന്നാണ് പറയുന്നത്. ഇവനാണെങ്കിൽ രാത്രി ഭയങ്കര കീറ്റലാണ്. അപ്പം അത് കാരണം ഉറക്കമൊന്നും ശരിയാവുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ വന്നതാണ്. അപ്പം ഈ വഴിപാടിനൊരു രസീത് മേടിക്കണം. അത് പോയി വിഷ്ണു മേടിക്കാൻ പോയി. അവിടെ കടയിൽ നമ്മൾ അതിൻ്റെ പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കണം. ഋതു അവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കടയിൽ നിന്ന് മേടിക്കേണ്ടത് നമുക്കൊരു കസവ്, കരിവള, പിന്നെ പട്ട് വേണമെങ്കിൽ മേടിക്കാം. പക്ഷേ കടയിലെ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പട്ടൊന്നും ഇപ്പോഴേ വേണ്ട, 6 മാസം കൊച്ചിൻ്റെ ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് കരിവളയും കസവും മാത്രം മേടിച്ച് പിന്നെ വഴിപാടിനുള്ള രസീതും മേടിച്ചിട്ട് നമ്മൾ ആ പൂജാരിയെ ഇത് ഏൽപ്പിക്കണം. അപ്പോൾ ഈ പൂജ നടക്കുന്ന സമയത്ത് അമ്മ പൂമാല മേടിക്കാൻ വേണ്ടി പോയി, അകത്ത് അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വിഷ്ണുവാണ് കുഞ്ഞിനെ അവിടെ കൊണ്ട് കിടത്തിയത്. അപ്പം അവരിങ്ങനെ എന്തോ മന്ത്രമൊക്കെ ചൊല്ലി കുഞ്ഞിനെ ഇങ്ങനെ ഒഴിഞ്ഞ് എന്തൊക്കെയൊക്കെ ചെയ്യും. ഒരു 10 മിനിറ്റ് നേരത്തെ പരിപാടിയാണ്. അതിനെല്ലാം കഴിഞ്ഞ് രണ്ടുപേർക്കും ദക്ഷിണയും കൊടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴത്തേനും അമ്മ പൂവും മാലയും ഒക്കെ മേടിച്ച് വന്നു. അതിനുശേഷം കുഞ്ഞിനെയും കൊണ്ട് വിഷ്ണു പുറത്തിരുന്ന് അവന് നല്ലൊരു ഗോപി പൊട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവന് കാണാൻ. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കുഞ്ഞിന്. വിഷ്ണു കുഞ്ഞുമായിട്ട് പുറത്ത് നിന്ന് ഈ ചോറ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ അമ്പലത്തിൻ്റെ അകത്ത് കയറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വിഷ്ണു അമ്പലത്തിൻ്റെ അകത്ത് കയറിയില്ല. ഞാനും ഋതുവും അമ്മയും എല്ലാവരും അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതതിന് ശേഷം അമ്മ പറഞ്ഞ് നമുക്ക് ദീപാരാധന കൂടി കണ്ടിട്ട് പോകാം. 6 മണിയായിരുന്നു നമ്മൾ തൊഴുതിറങ്ങിയപ്പോഴത്തേന്. 6 മണി 6:15 ദീപാരാധന 6:30 6:45 ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്തെ നടയിലെല്ലാം തൊഴുതിട്ട് വന്നപ്പോഴത്തേന് വിഷ്ണു കുഞ്ഞുമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അവൻ നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങുന്നല്ലേ? കണ്ണും തുറന്ന് നടക്കുവാണോ? കോവി പൊട്ട് തൊട്ട് കണ്ണും മിഴിച്ചിരിക്കുകയാണല്ലേ? ഓക്കെ, പൊട്ടിട്ട് കൊടുക്കുന്നു. വിഷ്ണുവിന് ചന്ദനം ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഒന്നും നെറ്റിയിലിട്ടേക്കത്തില്ല കേട്ടോ. എന്തെങ്കിലും കാര്യം കൊണ്ട് അതങ്ങ് തൂത്ത് കളയും കുറച്ച് കഴിയുമ്പോഴത്തേന്. ഞങ്ങൾ പിന്നെ ദീപാരാധനയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഋതു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കളിക്കുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് ദീപാരാധനയൊക്കെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് ഇരുട്ടായി. 7 മണിയായി. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കാവനാട് ഷാർജ കടയിൽ കയറി ഷാർജ കുടിക്കാനായിട്ട് പ്ലാനിട്ട്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഷാർജയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് അമ്മയൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി പോയി. ഷാർജ എങ്ങനെയുണ്ട് മോളെ? എവിടെ പോയി നീ തിന്നാ? അങ്ങനെ ഞങ്ങളും പോവുകയാണ്. ടാറ്റാ ബൈ ബൈ.